വരൂ വരൂ. താങ്ക് യു സോ മച്ച്. വരൂന്ന് വിചാരിച്ചതല്ല. സമാധാനമായി. അകത്തോട്ടിരിക്കാം. ത്രേസ്യമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയല്ലേ? വരൂ, കഴിക്കൂ. പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ആളൊരു ഭക്ഷണപ്രിയനാണെന്ന് ശരീരം കണ്ടാൽ അറിയാം. മാഡം ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൽ ഞങ്ങളാണ് ക്ഷമയോദിക്കുക. ഞങ്ങളല്ല, താൻ. ഞങ്ങൾ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ, കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും. കഥ ഏതൊക്കെ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യ അവസാനം ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ ഒരു ലോജിക് മാഡത്തിന്റെ സ്വഭാവത്തിൽ കാണാനില്ല. ഈ തപ്പിലെ പോലെ ചാടിക്കടിക്കും, അടുത്ത നിമിഷം മാൻപേടയാകും. വാട്ട് ഈസ് ദിസ്? ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളുടെയും മനസ്സ് പഠിച്ച ആളാണോ ഒരു നോവലിസ്റ്റ്? എന്നല്ല, പിന്നെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ. തന്റെ അമ്മ തന്റെ ശത്രുവാണോ? പെങ്ങള് ശത്രുവാണോ? അതോ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലാത്തവനാണോ താൻ? തന്റെ പൈങ്കിളി നോവലിലെ ഏതു നേരവും ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡ്ഢിക്കോതയല്ല യഥാർത്ഥ സ്ത്രീ. ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല, അവളുടെ മനസ്സറിയില്ല. IAS കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു. കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ ഇഡിയറ്റിനുമില്ല. എന്തുകൊണ്ട് ഞാൻ ഇയാളെ പൂട്ടിയിട്ടു? പൂട്ടിയിടുമ്പോ എന്റെ മനോവികാരം എന്തായിരുന്നു? അത് ചോദിക്കാനുള്ള ബുദ്ധി പോലും അയാൾക്കില്ല. കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പഠിപ്പിക്കാടോ, പഠിപ്പിക്കാം എല്ലാരെയും. ഐ എം എ സെൽഫ് മെയ്ഡ് വുമൺ. ഒരുത്തിന്റെ ഔദാര്യം ഇല്ലാതെയാണ് സ്വയം ഈ നിലയിലെത്തിയത്. ആരും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ തോൽവി ആഘോഷിക്കാൻ ഞാൻ അതിലും ഭേദം മരണമാണ്. എന്റെ മരണമാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത്. മരിക്കാം, മരിക്കാൻ ഞാൻ. Yes, I'll kill myself. മരിക്കാൻ ഞാൻ, മരിക്കാം. എന്റെ കാശത്തുമ്പോ എന്ന നോവലിലെ നായിക രാഗിനെ പോലെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാനുള്ള പുറപ്പെടാൻ തോന്നുന്നു. നീ കത്തി പിടിച്ചു വാങ്ങ. എന്റെ കർത്താവേ, തഹസിൽദാരെ ബലാത്സംഗം ചെയ്യുന്നേ. അവനത് ചെയ്യും. അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്ന് രണ്ട് റേപ്പ്. ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത്. സാറൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു തഹസിൽദാരെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യാനുള്ള ധൈര്യമൊന്നും കോട്ടപ്പുറത്തിനില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റൊരുത്തിന് കൂട്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ മേല. പിന്നെ എന്ത് പാടോ? പത്രങ്ങളിൽ മുഴുവൻ വെണ്ട കീഴ് വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിന് പത്രം എന്റെ മുഖത്തോട്ടെറിയുന്ന എന്തിന്? സാറ് വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ്. അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല. അത് ഓർമ്മ വേണം. എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ? ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരികയൊന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്. ഇവൻ വല്ല കേസിലും പെട്ട അകത്തായ സാഗർ കോട്ടപ്പത്തൻ നോവൽ ഇതാ വരുന്നു എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച 3 ജയിലിനകത്തിരുന്നു എഴുതാമല്ലോ. താൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് കേസ് റേപ്പാ. പോലീസുകാർ കൈയും കാലും തല്ലി ഒടിച്ചാ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ? പല്ലു വെച്ചോ, അതോ മൂക്ക് വെച്ചോ, അതോ മറ്റേതെങ്കിലും വെച്ചോ? വണ്ടി നിർത്തുള്ളൂ. സർ, മഞ്ചാടി വരികയുടെ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ട്. ഓഹോ, വരാം. യെസ് സർ. ഭരണ കക്ഷിക്ക് പാദസേവ ചെയ്യാനൊന്നുമില്ലടോ ഞാൻ പത്രം നടത്തണേ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ലോക്കപ്പിലൊന്നും അല്ലടോ. സാർ ഇരിക്കണം. ഞാൻ മഞ്ചാടിയുടെ ഒരു സ്ഥിരം വായനക്കാരനാ. ആണോ? ഞാൻ മാമച്ച മുതലാളി. ഇതെന്താണ് സാർ സംഭവിച്ചത്? സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ? ആളിനെ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കാം. എന്തിനെ? ഇന്ററോഗേഷൻ. എന്താ പറഞ്ഞേ? ചോദ്യം ചെയ്യൽ. നമുക്ക് അയാളെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടൂ. സാറിന് കാപ്പിയോ ചായയോ അത് തണുത്ത വല്ലതും? സദ്യ ഉണ്ണാൻ ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്റെ മഞ്ചാടി 3 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 6 ലക്ഷമാക്കിയതിൽ കോട്ടപ്പുറത്തിന്റെ പങ്ക് ചില്ലറയൊന്നും അല്ല. സാർ, ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തഹസീൽദാരുടെ നാവിന്തുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി. പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും. കോട്ടപ്പുറം സാറും തഹസീൽദാരും തമ്മിൽ നേരത്തെ ഒരു വടംവലി ഉണ്ടായിരുന്നു.
അതിന്റെ പ്രതികാരമാവാനും മതി. ഉം. എന്തായാലും സാറി തഹസീൽദാരെ ഒന്ന് കണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ശ്രമിക്കുന്നതാ ബുദ്ധി. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറിയവനൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഹസിൽദാർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഉടൻ വരുന്നു. സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച 3 കഴിഞ്ഞു. ഞാൻ മാപ്പ് പറയാം, കാല് പിടിക്കാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം. ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ. ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത്. മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികയ്ക്കും സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവറ്റുകൊട്ടയിലാണ് സ്ഥാനം. 6 ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ. അതിൽ കൂടുതൽ സർക്കുലേഷനുള്ള ചവറുകൾ വേറെയുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടപ്പുറം നിങ്ങൾ റേപ്പ് ചെയ്തോ? Get out. I said get out. ഇവളെ ഒരു തവണയല്ല പലതവണ റേപ്പ് ചെയ്യണം. ഒരു 10 50 കൊടുക്കാന്ന് പറ. എന്തിന് റേപ്പ് ചെയ്യാനാ? അതിനല്ല കേസി നൂരാൻ. എടോ, അക്കാര്യത്തിലേക്ക് കടക്കാൻ അവൾ അതിന് നിന്ന് തരണ്ടേ? പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കും. വേണ്ട. വേണം. വേണ. വേണം. സാറേ, പവർ കട്ട് സമയത്ത് വരാം. ഓടാടിക്കണോ താൻ? മാറിക്കാണു. ഇതെന്തത്ര ജനത്തിരക്ക് വക്കീലേ? തഹസിൽദാർ ബലാത്സംഗ കേസിലെ പ്രതികളെ കാണാനുള്ള തിരക്കാവൂ. കർത്താവേ, കോട്ടപ്പുറത്തിന് എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാവോ? ഏയ്, പോലീസുകാരുണ്ടാവല്ലോ കൂടെ. ഉവ്വല്ലേ, എന്നാ ഇറങ്ങ്. The accused 1 and 2 are released on bail. They are to report before the police on every Sunday until further orders. എന്തിന്? എന്തിനാണെന്ന് പറയേ. എത്രയും പെട്ടെന്ന് തലയ്ക്ക് പിടിക്കുന്ന ഏതെങ്കിലും ഒരു മദ്യം നോക്കിക്കോ, എടുത്താണോ? ഇതാ പൈങ്കിളി നോവലിസ്റ്റ് അല്ലേ? ഓ, നമ്മുടെ തഹസിൽദാരെ റേപ്പ് ചെയ്ത. എത്രയായി? 200. ഇനി നേരെ താലൂക്ക് ഓഫീസിലേക്ക്. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം. ആരെ? വണ്ടി വിടാൻ. പൊന്നപ്പ, വണ്ടി വേഗം ടിവിയിലേക്ക് വിട്ടോ. ഞാനാ പറയുന്നത്, വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് വിടാൻ. ഇനി സാഗറിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കള്ളക്കേസിൽ അഴിയെണ്ണുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അനേകം ദൃക്സാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊലക്കേർ കഴുത്തിലിടുന്നത്. സാഗറെ, താനൊന്ന് അടങ്ങ്. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം, പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല. എന്റെ സ്ഥിതി അതല്ല. തന്റെ നോവൽ അച്ചടിച്ചു വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല. താൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണോ? എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത്. താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. കാരണം താൻ വലിയൊരു കലാകാരനാ. ജാമ്യത്തിലിറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു. അതാ സാഗര യഥാർത്ഥ സ്നേഹം. അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഞാൻ നിൽക്കും, തന്റെ കൂടെ നിൽക്കും. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. അതെന്തിന്? ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ ക്ഷീണിച്ചിരിക്കുക. നന്നായിട്ടൊന്ന് റേപ്പ് ചെയ്യാനുള്ള ആരോഗ്യം തനിക്കിപ്പില്ല. അത് ഇയാള് പറയരുത്. അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാനൊരു സിംഹമായി മാറിയിരിക്കുക. ഇതെവിടാ സ്ഥലം? ഇത് ടിബിയാ. അപ്പൊ താലൂക്ക് ഓഫീസ്? ഒന്ന് ഇറങ്ങ് സാഗറെ. എന്നോട് ആജ്ഞാപിക്കുന്നത് അപേക്ഷിക്കും. ആ, അപേക്ഷിക്കണു. ഒന്ന് ഇറങ്ങ്. താലൂക്ക് ഓഫീസിൽ പോണം. താലൂക്ക് ഓഫീസിൽ രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് പോയാ പോരെ. ഇതാ നോവലിസ്റ്റ് അല്ലേ തഹസിൽദാരെ റേപ്പ് ചെയ്ത? അതേടാ,
തഹസിൽദാരെ റേപ്പ് ചെയ്ത അതേ നോവലിസ്റ്റ് എന്നാ ഞാൻ. നിന്റെ സ്വന്തത്തിൽപ്പെട്ട വല്ലവരെ വന്ന് ഞാൻ റേപ്പ് ചെയ്യണോ? പറയടാ. സ്വന്തത്തിൽപ്പെട്ട ആരും ഇല്ലെന്ന് പറയടാ. നിന്റെ സ്വന്തത്തിൽപ്പെട്ട ആരെങ്കിലും വന്ന് ഞാൻ റേപ്പ് ചെയ്യണോ? റേപ്പ് ചെയ്യണോ? റേപ്പ് ചെയ്യണോ? കിടക്ക്. ഇന്ന് വരെ ഒരു ഈച്ചയെ പോലും റേപ്പ് ചെയ്യാത്ത എന്നെ എല്ലാരും കൂടെ റേപ്പിസ്റ്റ് ആക്കി. എനിക്ക് റേപ്പ് ചെയ്യണം. റേപ്പ് ചെയ്യണം. കാലുമ്മ കയറി പിടിക്കണേ, ചവിട്ട്. എനിക്ക് റേപ്പ് ചെയ്യണേ. എനിക്ക് റേപ്പ് ചെയ്യണേ. എന്താ ഈ സാധനം?